ഇതെങ്ങനെ ഞാൻ പറഞ്ഞൊപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം വായിൽ വെള്ളം വന്നിട്ടേ നമുക്കത് പറയാൻ പോലും പറ്റത്തില്ല. അതുപോലൊരു ഐറ്റമാണ് കേട്ടോ നമ്മൾ ഈ മാങ്ങാക്കാലത്ത് തയ്യാറാക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്നൊരു ഐറ്റം കൂടെ ആയിരിക്കില്ലേ മാങ്ങ. കാരണം ഈ സീസണിലാണല്ലോ നമുക്ക് പഴുത്തതായിട്ടും പച്ചയായിട്ടും ഒക്കെ മാങ്ങ സുലഭമായിട്ട് കിട്ടുന്നത്. എന്നാലേ ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഒരിക്കലെങ്കിലും ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് ഈ മാങ്ങ പൊരിച്ചത്. ഇത് നമ്മൾ ചെയ്തെടുക്കുന്നത് നല്ല പഴുത്ത മാങ്ങയിലും അല്ല, എന്നാൽ നല്ല പച്ച മാങ്ങയിലും അല്ല. കുറച്ചിങ്ങനെ പഴുപ്പ് വരുന്ന മാങ്ങ ഉണ്ടല്ലോ, അതിലാണ് കേട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത്. മധുരവും വേണം, ഇച്ചിരി പുളിയും വേണം. ഒരുപാട് പുളി ഉണ്ടാവരുത്, ചെറിയൊരു പുളിയും മധുരവും വേണം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ പാനൊന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അടിക്ക് പിടിക്കുന്ന പാനിലൊന്നും നിങ്ങളിത് ചെയ്യാതിരിക്കുക കേട്ടോ. ഇനി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഇത് രണ്ടും പൊട്ടി വരുന്ന സമയത്തെ നമ്മളിതിലേക്ക് പിന്നെ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 or 4 തണ്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കറിവേപ്പില ചേർക്കാം കേട്ടോ. എൻ്റെ അവസ്ഥ പറയുകയാണെങ്കിൽ കറിവേപ്പില ഞാൻ ധാരാളമായിട്ട് ചേർക്കുന്ന ഒരാളാണ്. ഇനി ഇതിൻ്റെ കൂടെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് നിങ്ങൾക്ക് ബാലൻസ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ തന്നെ മല്ലിപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചതച്ച മുളകുണ്ടല്ലോ, അതാണ് കേട്ടോ വേണ്ടത്. അത് നമുക്ക് 1 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുളകും വരാനുണ്ട്, അപ്പോൾ അത് നോക്കിയിട്ട് വേണം നമ്മൾ ആദ്യത്തെ മുളക് കൂടെ ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇവിടെ അത്യാവശ്യം എരിവ് ഇഷ്ടപ്പെടുന്നവരാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. എനിക്ക് 1 ടേബിൾ സ്പൂൺ ആക്കിയിട്ട് കുറക്കാം കേട്ടോ മുളക് പൊടി വേണമെങ്കിൽ. അപ്പോൾ ഇതൊന്ന് നമ്മളിങ്ങനെ വറുത്തെടുക്കുക. കുറച്ചൊരു വെളിച്ചെണ്ണ കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കുക കേട്ടോ. പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് ഇനി ഇതിലേക്ക് വെള്ളമാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. ഞാനിവിടെ ഒരു 1/2 കപ്പോളം വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 മുതൽ 1/4 കപ്പ് വരെയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പാണ് ചേർത്ത് കൊടുക്കാനുള്ളത്. നമ്മുടെ മാങ്ങയുടെ പുളിയും മധുരമൊക്കെ അനുസരിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ മാങ്ങ കൂടെ ഇട്ട് കൊടുക്കുക. ഞാൻ 2 മാങ്ങയാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വലിയ 2 മാങ്ങയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. മീഡിയം സൈസുള്ളതാണെങ്കിൽ എനിക്കൊരു 3 മാങ്ങയൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളിനി ഇളക്കി യോജിപ്പിക്കുകയാണ് ചെയ്യാനുള്ളത്. എപ്പോഴും ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കണം. ഇതിലിങ്ങനെ വെള്ളം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ടത്. പക്ഷെ വെള്ളം വറ്റി വരുന്ന സമയത്ത് നമ്മൾ പിന്നെ അത് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഇതിൽ ആ പൊടികളൊക്കെ ഒന്ന് കോട്ടായി വരുന്ന രീതിക്ക് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അതുപോലെ വെള്ളം വറ്റി വരുന്ന സമയത്ത് തീ ഒന്ന് ലോ ഫ്ലെയിമിലേക്ക് ഇടാനും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ കണ്ടല്ലോ ഇത് വറ്റി ഇതുപോലെ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ നന്നായിട്ട് കവറായി വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ മക്കളെ, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ എനിക്കിത് സൗണ്ട് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമെന്ന്. ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് സൗണ്ട് കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം ഇതിലേക്ക് നോക്കിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ വായിലിങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കും, അതാണ് പ്രശ്നം. അപ്പോൾ നമ്മുടേത് അവസാനം ആയിട്ടുണ്ട് കേട്ടോ. മൊത്തം ആ മസാലയൊക്കെ ഇതിലേക്ക് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന സമയത്തെ മാങ്ങ നല്ല പഴുത്തത് എടുക്കരുത്. നല്ല പഴുത്തത് എടുത്താൽ എന്താ വെച്ചാൽ പെട്ടെന്ന് കുഴഞ്ഞ് പരുവത്തിലാവും. അപ്പം ഏകദേശം ഈ ഒരു പരുവത്തിലുള്ള മാങ്ങ വെച്ചിട്ട് വേണം നിങ്ങളിത് ചെയ്തെടുക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം തന്നെയായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ ഒരു മാങ്ങാക്കാലം കഴിയുന്നതിൻ്റെ മുൻപേ ഇതും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയുള്ളൂ കേട്ടോ, മാങ്ങ പൊരിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.